ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ടെക്നീഷ്യന്മാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് 2 ഫാന്, അതായത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 2 ഫാന്, എക്സോസ്റ്റ് ഫാന് ആണിത്. SMPസിനകത്തൊക്കെ വരുന്നതാണ്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് 1 ആമ്പിയറിൻ്റെ ഒരു അഡാപ്റ്റർ, പിന്നെ ഒരു 3 ഇഞ്ച് സൈസ് വരുന്ന ഒരു PVCയുടെ ഒരു പീസും, പിന്നെ കുറച്ച് ഇത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു തരം പഞ്ഞിയാണ്. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ അളവൊക്കെ നോക്കി ഫാൻ ഇങ്ങനെ നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അളവെടുത്തിട്ട് ഒരു സൈഡ് ഞാൻ ആക്സൽ ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചിട്ടുണ്ട്, 4 മുറിച്ചിട്ടുണ്ട്. അതേ ആംഗിളിൽ തന്നെ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ്. കട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഇനി ഒരു 4-5 ഇതും കൂടെ കട്ട് ചെയ്യാനാണ്. അത് കട്ട് ചെയ്യാം. ആ പീസെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം വെളിയിലേക്ക്. ഓക്കെ, അതായത് നമ്മുടെ ഫാന് ഇങ്ങനെ നിൽക്കണം ഇതിനകത്ത്, അതിന് കണക്കാക്കി വെളിയിലേക്ക് അത് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു സംഭവം കിട്ടും. PVC പൈപ്പിനെ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഫാന് ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. പിന്നെ ഈ സൈഡിലെല്ലാം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് 2 ഫാൻ, അതായത് ഇവിടുന്ന് കാറ്റിനെ അങ്ങോട്ട്, ഇത് എക്സോസ്റ്റാണ്, ഇവിടുന്ന് വലിച്ചെടുത്ത് ഇതുവഴി പുറത്തേക്ക് കളയണം. അതിനിടയ്ക്ക് ഇതിനകത്ത് ഒരുപാട് കെമിക്കൽ കണ്ടൻറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഈ കോട്ടണിനകത്ത് തങ്ങിയിട്ട് ബാക്കി വരുന്ന കാറ്റ് മാത്രം പുറത്തോട്ട് പോകണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇത് സെൻട്രലായിട്ട് ഈ കോട്ടൺ നമ്മൾ വയ്ക്കണം. എന്നിട്ട് ഇത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഭാഗം കാറ്റ് ഇതുവഴി കയറി ഇങ്ങനെ അകത്തേക്ക് വലിച്ചിങ്ങനെ എടുക്കും. വലിച്ചെടുത്തിട്ട് പോയിസണായിട്ടുള്ള മെറ്റീരിയലെല്ലാം ഈ കോട്ടനകത്ത് വരും. അപ്പോൾ അതിനകത്ത് വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് കാറ്റ് വരുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു ഫാനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഈ തടസ്സം, ഈ എയർ ഫ്ലോയ്ക്ക് തടസ്സമാണ് നമ്മുടെ ഈ കോട്ടൺ ഇതിനകത്തിരിക്കുന്നത്. അപ്പം നല്ല ശക്തി വേണം കാറ്റിന്. അപ്പം ഇതുവഴി വരുന്ന ഇതും പുറത്തേക്കാണ് വയ്ക്കുന്നത്. അപ്പം വേറെ ഈ എക്സോസ്റ്റ് ഫാനിന് അകത്തേക്ക് എയറിനെ എടുക്കാൻ വേണ്ടി വേറെ വേ ഇല്ല. ഇതിനകത്തൂടെ, ഈ പൈപ്പിനകത്തൂടെ മാത്രമേ പുറത്തേക്ക് എയർ ഫ്ലോ പോകത്തുള്ളൂ നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴേക്ക്. അപ്പം വേറൊരു പ്രശ്നം ഇതിനകത്ത് വരുന്ന, ഈ കോട്ടൺ ഈ നമ്മുടെ ഫാനിൽ കയറി ചുറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രില്ല് ഈ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒന്ന് ചുറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വെക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ എയർ അകത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കോട്ടൺ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങനെയും. അപ്പോൾ നമ്മൾ ഈ 2ൻ്റെയും കണക്ഷൻ ഒരുമിച്ച് തന്നെ ഈ അഡാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിൽ ഇത് എയർ ഫ്ലോ ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് വലിച്ചെടുത്ത് ഇതുവഴി പുറത്തേക്ക് കൊണ്ട് കളയും. അപ്പോൾ ഇതിനകത്ത് കോട്ടൺ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പോയിസണായിട്ടുള്ള കുറേ പേപ്പർ കണ്ടൻറ്റുകളുണ്ടാവും. അതെല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടും. അത് ഇടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്യാം നമുക്ക്. എന്നിട്ട് ആ രീതിയിൽ തന്നെയാണ്. ജസ്റ്റ് നമ്മളിതൊന്ന് ഗ്ലൂ ചെയ്യുന്നതേ ഉള്ളൂ, കൂടുതൽ ടൈറ്റ് ആക്കുന്നില്ല. ഈ ഫ്രണ്ട് നന്നായിട്ട് ഗ്ലൂ ചെയ്യും, പുറകിലുള്ളത് ആ കോട്ടൺ ബോൾ എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഫിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ നമുക്ക് ഗ്ലൂ ചെയ്യാം, നോക്കാം. അല്ലെങ്കിൽ ഗ്ലൂ ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട്, സക്സസ് ആണോ എന്ന് നോക്കാം. പിന്നെ വേറൊരു ഗുണം കൊണ്ടുള്ളത്, ഇത് ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം, കുഴപ്പമില്ല. ഇന്ന ആംഗിളിൽ തന്നെ വയ്ക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഫാൻ ഇതിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസസ് വെളിയിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 4 ആംഗിളിലും ഉള്ളത് കൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ വേണമെങ്കിൽ കിടന്നാലും വിഷയമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണമേന്മ എന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അതിൻ്റെ സപ്ലൈ കൊടുക്കുകയാണ്. ഇൻസുലേഷനൊന്നും ചെയ്തിട്ടില്ല, അത് ഫൈനലി ചെയ്യാം. സപ്ലൈ കൊടുക്കുകയാണ്. നോക്കാം. സപ്ലൈ കൊടുത്ത് പവർ ഓൺ ചെയ്തു. ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കാം. വർക്കിംഗ് ഇനി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സക്സസ് ആണോ എന്ന് നോക്കാം. അതിനായിട്ട് സോൾഡറിങ് ഹീറ്റായി നിൽപ്പുണ്ട്. കാണാൻ കഴിയും അകത്തേക്ക് വലിച്ചെടുക്കുന്നത്. പുറത്ത് കാറ്റ് വലിച്ചെടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് അതിൻ്റെ ഒരു ഫോഗ് ഇതൊന്നും വരുന്നത് കാണാൻ കഴിയുന്നില്ല. അതായത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള കാറ്റാണ് പുറത്തേക്ക് വരുന്നത്. കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ. ഇപ്പം ഇന്ന് രാവിലെ തന്നെ വന്ന് സോൾഡർ ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട്. ഇതിൻ്റെ വന്നിട്ട് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ യാതൊരു വിഷയമില്ല. കറക്റ്റ് വർക്കിംഗ്. ഇത് ഏതാണെങ്കിലും ഇവിടെയാണ് കാറ്റ് പുറത്തോട്ട് പോകുന്നത്. ഇങ്ങനെ മേശിനോട് അത്യാവശ്യം ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. ഏത് രീതിയിലും വയ്ക്കാം. ഏതാണെങ്കിലും നമുക്കിതിന് വയ്ക്കാൻ കഴിയും. അതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പെട്ടെന്ന് നമുക്ക് ഈ ആംഗിളിലോട്ട് വയ്ക്കണം. ഇങ്ങനെ നമ്മുടെ സോൾഡറിങ് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.